ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിച്ച കാര്യം എന്താണ്? 10 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. Nine ഓഫ് പെന്റക്കിൾ, സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ടവർ കാർഡ് വന്നിട്ടുണ്ട്. റിവേഴ്സ്ഡ് ആണ് ടവർ കാർഡ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, എനിക്ക് തോന്നുന്നു നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതായത് പൂർണ്ണമായിട്ടുമുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചിലവരുടെ എനർജിയിലെങ്കിലും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിലും അതൊരു ലെസ് കോണ്ടാക്ട് ആയിരിക്കാം. അതായത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, വരുന്നു പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുറെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് റിപ്ലൈ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. കൂടുതൽ പേരുടെ എനർജിയിലും ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, അതായത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഇതിപ്പം ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് ആയിരിക്കില്ല. ഒരുപാട് നാളായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പോകുന്നുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അതായത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നുണ്ടാകാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, അഹങ്കാരമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് അവരായിരിക്കാം എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ടാകുക, പക്ഷെ നിങ്ങൾ ചെയ്തതുപോലെ അവർ വരുത്തി തീർക്കുന്നുണ്ടാകാം നിങ്ങളുടെ ഈ ബന്ധത്തില്. ഓക്കെ, എന്ത് ചെയ്താലും നിങ്ങളാണ് അത് ചെയ്തിട്ടുണ്ടാകുക, നിങ്ങൾ സമ്മതിച്ചു തരണം, ഞാനല്ല അത് ചെയ്തത്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം, നിങ്ങൾ തമ്മിലൊരു റിയൂണിയൻ സാധ്യത ഉണ്ട്. എപ്പോഴായാലും നിങ്ങൾ തമ്മിലൊന്ന് പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു റിയൂണിയൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ ആ എനർജി അത് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു ഈഗോയിസ്റ്റിക് ആണ്, ഭയങ്കര അഹങ്കാരം ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. സമ്മതിച്ചു തരാൻ അവർ തയ്യാറല്ല. എന്തൊരു കാര്യവും സമ്മതിച്ചു തരാൻ അവര് തയ്യാറേ അല്ല. ഓക്കെ, നിങ്ങൾ അറിയരുത് എന്നവർ കരുതുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകുക ഈ പേഴ്സൺ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അതായത് വേറെ ആളുകളുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ട്, അതായത് ചിലപ്പോൾ വേറെ ആളുകളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൺസ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകാം. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടാകാം. ഓക്കെ, ഇത് അവർ ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കത് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വളരെ വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കാം. അത് അവർക്കറിയാം. അവരിങ്ങനെ ചെയ്യുന്നത്, വേറെ ആളുടെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കര പെയിൻ ആണ് എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവരത് സമ്മതിക്കാനോ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങൾക്കൊരു ടൈം തരാനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല. അതാണ് പറയുന്നത്, കുറച്ചൊരു അഹങ്കാരം കാണിക്കുന്ന ഒരു തരം കൈൻഡ് ഓഫ് ക്യാരക്ടർ.
ഓക്കെ, ഈ ഒരു റീസൺ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടാകുക. സ്വന്തം ഇഷ്ടം മറ്റുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ അതെങ്ങനെ എഫക്ട് ചെയ്യുമെന്നൊക്കെ അറിയാം, തനിക്കത് അറിയാം, പക്ഷെ അതിലൊരു ഒന്നും ചെയ്യാത്തൊരാള്. ഓക്കെ, നിങ്ങളുടെ ഈ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാകാം മുൻപേ. പാസ്റ്റില് നിങ്ങൾ ഇതിനു മുൻപേ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുമ്പം ഈ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടാകും. ഓക്കെ, അതായത് ഈ പേഴ്സൺ കാരണം ഒരുപാട് സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഉറക്കില്ലാതെ ഉണ്ടായിട്ടുണ്ടാകും, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഒന്നും കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാതെ നിങ്ങൾ ഡൗൺ ആയിട്ടുള്ള, മെന്റലി നിങ്ങൾ ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനു മുൻപേ ഉണ്ടായിട്ടുണ്ടാകാം ഈ പേഴ്സൺ കാരണം. ഓക്കെ, മെയിൻ ആയിട്ടും എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ ഇവിടെ 10 ഓഫ് പെൻഡക്കിളും അതുപോലെ 3 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം ഈ പേഴ്സൺ കൂടുതലും ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, പക്ഷെ ഈ പേഴ്സൺ ഒരിക്കലും സമ്മതിച്ചു തരുന്നില്ല. ഈ പേഴ്സൺ പറയുന്നുണ്ടാകുക നിങ്ങളുടെ പൊസസീവ്നെസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അസൂയ ആണ്, എന്താ പറയാ, അവര് തമ്മിൽ, അവരുടെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങനെയൊന്നും, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺസ് തമ്മിൽ നിങ്ങളുടെ ഇടയിലേക്ക് ഏതെങ്കിലും ഒരു അനദർ വ്യക്തി കടന്നു വന്നിട്ടുണ്ടാകാം. ഓക്കെ, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകില്ല. നിങ്ങളുടെ പേഴ്സണും ആ ഒരു വേറൊരു വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധമൊന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് അവർ പറയുന്നുണ്ടാകാം. ഓക്കെ, പുറത്തുനിന്ന് നോക്കുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ അവരത് സമ്മതിച്ചു തരുന്നുണ്ടാകില്ല. ഓക്കെ, അവര് തമ്മിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, മനഃപൂർവ്വം അവർക്ക് അറിയാം അവരത് ചീറ്റ് ചെയ്യുന്നതാണെന്ന്, പക്ഷെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. ഓക്കെ, ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം നിങ്ങളുടേത്. പക്ഷെ പെട്ടെന്ന് ഒരാൾ കയറി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യം, പെട്ടെന്ന് നിങ്ങളുടെ ഇടയിലേക്ക് ഒരാൾ കയറി വന്നപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തമ്മിൽ ബ്രേക്ക് ആയി പോയതായിരിക്കാം. ഓക്കെ, ഇതിപ്പോ കുറെ നാളായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് നാളല്ല, കുറച്ച് മുൻപേ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാകാം. അത് ഈ ഒരു വ്യക്തി കാരണമായിരിക്കാം. ഓക്കെ, ഈ വ്യക്തി എന്ന് പറയുമ്പം ചിലപ്പോൾ അത് അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു പേഴ്സൺ കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാകുക. ആ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ടാവും ഒരു ഫ്രണ്ട് മാത്രമാണ്, അതിൽ കൂടുതലൊരു ബന്ധമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടാകാം. പക്ഷെ അവര് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ അറിയരുത്, ഈ ഒരു വ്യക്തിയുമായിട്ട്, ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ അറിയരുത്, അവര് തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും നിങ്ങൾ അറിയരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടി പരമാവധി അവര് ശ്രമിക്കുന്നുമുണ്ട്. 9 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, 7 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ആൻഡ് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് പെൻഡക്കിൾ, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ചിലവരുടെ എനർജിയിൽ വേറെ പല കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ആകേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി അത് അവരുടെ കരിയർ കൊണ്ടായിരിക്കാം ഇൻവോൾവ് ആയി പോകേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വേറെ ആർക്കൊക്കെയോ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, അല്ലെങ്കിൽ വേറെ ആരുടെയൊക്കെയോ കാര്യങ്ങൾ നോക്കേണ്ട കുറച്ച് എന്താ പറയാ ചുമതലകൾ വന്നതുപോലെ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതുകൊണ്ടൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്ക് ആയി പോയതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൺ ആദ്യം തന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇപ്പൊ തരാതായിട്ടുണ്ടാകുക. മേ ബി അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകേണ്ട സിറ്റുവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ കൂടുതൽ പേരുടെയും എനർജിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് വേറിട്ട് നിൽക്കുന്നവരാണ്. ഏതെങ്കിലുമൊക്കെ പേഴ്സൺസ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ വേറിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്, അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് നിങ്ങൾ അറിയരുതെന്ന്. സമ്മതിച്ചു തരുന്നില്ല, ഭയങ്കര ഈഗോയാണ്. അവർ കാരണമാണ് ഇതിങ്ങനെ പോകുന്നത് എന്ന് അവർ ഒരിക്കലും സമ്മതിച്ചു തരുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അറിയാം ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് തിരിച്ചു വരണം, നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്.
ഓക്കെ. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതിപ്പം വേറൊരാളെടുത്ത് മൂന്നാമതൊരാളെടുത്ത് പറയാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സണ് കഴിയില്ല. കാര്യം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കാര്യം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ തേർഡ് പാർട്ടിക്ക് വ്യക്തമായിട്ട് അറിയില്ലായിരിക്കാം. നിങ്ങളുടെ വ്യക്തി പറഞ്ഞു കൊടുത്തുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം ഈ തേർഡ് പാർട്ടിക്ക് അറിയാം. ഓക്കെ, അതായത് രണ്ട് സ്ഥലത്തും ഒരു നാടകം പോലെ നിങ്ങളെ രണ്ടുപേരും ഒരേപോലെ ചീറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് നല്ല ബോധമുണ്ട് ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇതിൽ നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിക്ക് അറിയാം. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഒരു അട്രാക്ഷൻ കാരണമാണ് അവർ ആ സ്റ്റക്കായി നിൽക്കുന്നത്. തേർഡ് പാർട്ടിയെ വിട്ടിട്ട് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്കതിന് സാധിക്കുന്നില്ല. കാര്യം ഇവരിത് പറയാൻ, നിങ്ങളിത് അറിയരുത് എന്ന് ഇവര് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടിയുടെ കൂടിയുള്ള ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത്. തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കാം, പക്ഷെ അവര് തമ്മിലുള്ള ഒരു ഉള്ളിലുള്ള ബന്ധം എന്താണെങ്കിലും അവര് അറിയരുത്, നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാരണമാണ് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയിപ്പോയത്, നിങ്ങളുടെ പൊസസീവ്നെസ് ആണ്, നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നൊക്കെ നിങ്ങളുടെ ഈ പേഴ്സൺ വരുത്തി തീർക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ചീറ്റിംഗ് എനർജി തന്നെയാണ്. ഓക്കെ, ഇത് റെസനേറ്റ് ആകുന്നവർ മാത്രമേ എടുക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.